അപ്പൊ നമുക്ക് എല്ലാവരും ബ്ലൗസിന് തുണി കൊണ്ട് തന്നിട്ട് പറയും ക്രോസ് കട്ട് തയ്ക്കണേന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ ക്രോസ് കട്ട് തയ്ക്കണേന്ന് നമുക്ക് നോക്കാം. ഇത് ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് വെട്ടിയെടുത്തതാണേ. നമ്മൾ ക്രോസ് കട്ട് അല്ല വെട്ടുന്നതെങ്കിൽ ദേ ഈ അളവ് ഈ കിടക്കുന്ന ബാക്കി ലൈനിങ് ക്ലോത്തിൽ ഇങ്ങനെ വെച്ച് ട്രേസ് ചെയ്തതാണ് സാധാരണ രീതിയിൽ വെട്ടുന്നത്. ഇനി എങ്ങനെയാണ് ക്രോസ് കട്ട് വെട്ടുന്നതെന്ന് നോക്കാം. ഈ ഇരിക്കുന്ന ബോഡി പാർട്ടിന് നമ്മൾ ബ്ലൗസിന്റെ ദേ ഇങ്ങനെ വെക്കണം. മനസ്സിലായ? അതായത് തുണി ക്രോസ് വലിയുന്നത് കണ്ടോ? ഇങ്ങനെ ആവണം. ഇങ്ങനെയാണ്, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോസ് കട്ട്. ഇങ്ങനെയാണ് ക്രോസ് കട്ടിന് ബ്ലൗസ് വെക്കേണ്ടത്. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അളവുകളൊന്ന് ട്രേസ് ചെയ്തെടുത്താൽ മാത്രം മതി. അളവ് അതേ അളവിൽ തന്നെ വരച്ചെടുക്കാൻ ശ്രമിക്കണേ. അമ്പോള് വരച്ചെടുത്തതിന് ശേഷം ഇതങ്ങ് മാറ്റി ഇനി ബാക്കി അളവുകൾ ഇതിൽ ചെയ്തെടുത്താൽ മതി. നെക്ക് വിട്ട് 2.5, ഷോൾഡർ 2.25, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ക്രോസ് കട്ടിങ്. ഇനി എന്താണ് നമുക്ക് ബാക്കി അളവുകൾ മാർക്ക് ചെയ്യാനുള്ളത്? ഫ്രണ്ട് നെക്ക് 6.5 അത് മാർക്ക് ചെയ്യണം, കട്ടിങ് മാർക്ക് ചെയ്യണം. അതൊക്കെ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാമേ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.